ശിവാനി, നിന്നെ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എൻഗേജ്മെന്റ് ചെയ്യാനുമല്ല, കല്യാണം കഴിക്കാനുമല്ല. നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് വിചാരിച്ചു. ഒരിക്കലുമല്ല. ഇതൊക്കെ ഞാൻ ചെയ്തത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. ശിവാനിക്ക് എന്തോ പറ്റി. അത് സ്വപ്നമായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം ദൈവമേ? സമയം 4:45. ദുസ്വപ്നാണല്ലോ. അല്ല, ബോസ് എന്തിനാ ശിവാനിയെ കത്തിയെടുത്ത് കുത്തുന്നേ? ഈയിടെയായിട്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതും നേരം വെളുക്കാൻ നേരത്ത്. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ശിവാനിക്ക് എന്തെങ്കിലും പറ്റിയോ ഇനി? അല്ല, മുതലാളിയുടെ വീട്ടിൽ നിന്ന് ശിവാനി സേഫായിട്ട് പോയില്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ഇല്ല, ശിവാനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവാനും പാടില്ല. എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഈശ്വര, ശിവാനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തോ അപകടം സംഭവിച്ചെന്നുള്ള തോന്നലായിരുന്നു മനസ്സിലെ. ഭാഗ്യം, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ ഈയിടെയായിട്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത്? ഈ രാത്രി എങ്ങാനും വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് കിടന്ന ദുസ്വപ്നം കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അതിന് പക്ഷെ ഞാൻ വേണ്ടാത്തൊന്നും ആലോചിച്ചില്ലല്ലോ. അന്ന് ഞാൻ ശിവഭഗവാനെ സ്വപ്നം കണ്ടു. പിന്നീട് ആ പ്രാവ് എന്നെ അതേ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പക്ഷെ ഇന്നെന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ഞാൻ? ഇനി ഇതൊക്കെ സംഭവിക്കോ? ഇങ്ങനെയൊക്കെ ഞാൻ ആകെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി എന്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കോ? ഓ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മലയാളി കോഫി എടുത്തു. നന്ദീശ, ഇന്നലെ രാത്രിയിലെ പാർട്ടി അടിപൊളിയായിരുന്നല്ലേ? കുറെ കാലത്തിന് ശേഷം ആ ഫ്രണ്ട്സ് എല്ലാരും ഒത്തുകൂടിയത്. അവരെല്ലാരും സേഫായിട്ട് വീട്ടിലെത്തിയൊന്ന് നീ വിളിച്ചു ചോദിച്ചോ? അതെ മുതലാളി, ഇന്നലെ രാത്രി തന്നെ എല്ലാരും ഞാൻ വിളിച്ചായിരുന്നു. എല്ലാരും വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ സാംബശിവ സാറിന്റെ ഫോണിലേക്ക് ഒരുപാട് നേരം ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് അവനിത് എവിടെ പോയതാ? പാർട്ടി സമയത്ത് അവനെ കണ്ടതേ ഇല്ല. റെസ്റ്റ് റൂം പോയിട്ട് വരാന്ന് പറഞ്ഞവൻ വന്നതേയില്ല. നീ അവനെ കണ്ടിരുന്നോ? ഇല്ല മുതലാളി, ഈ പാട്ട് വെച്ചപ്പോ നാഗത്തിന്റെ പാട്ട് ഏതോ വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാ ഫ്രണ്ട്സ് ഒക്കെ ഇന്നലെ എന്നോട് പറഞ്ഞത്. എന്നിട്ട് അവരോട് ചോദിച്ചോ അവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്? ചോദിച്ചു, പക്ഷെ അവർക്കൊന്നും അറിയില്ലെന്നാ പറഞ്ഞത്. അല്ല, അവൻ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ പാർട്ടിയിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ടതല്ലേ? അവൻ പാർട്ടി കഴിയുന്നത് വരെ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കണ്ടേനെ. നന്ദീശ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അവൻ
നമ്മളോട് എന്തോ മറയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചേച്ചേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുതലാളി. പക്ഷേ അവരാശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അവർക്കെന്തോ വല്ലാത്ത മാറ്റമുള്ളതുപോലെ തോന്നി എനിക്ക്. ശരിയാ, എന്തോ വിചിത്രമായൊരു സ്വഭാവം. അല്ല, എന്റെ മരുമോള് ശിവാനിയെ പരിചയപ്പെടണമെന്ന് നിർബന്ധമായിരുന്നു അവൻ. അതിനുവേണ്ടിയാണ് നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്തത്. പാർട്ടിക്ക് അവൻ വരികയും ചെയ്തു, അത് അറ്റൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു. വേറെ എന്തോ കാര്യങ്ങൾ അവനെ അലട്ടുന്നുണ്ടോ എന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ? ആ സ്വപ്നം മാത്രം മനസ്സിലുള്ളത്. ആ ദുസ്വപ്നം എന്നെ ഇപ്പോഴും വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആ ദുസ്വപ്നം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. തൃശൂൽ, അവിടെ എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? വെയില് കായുവാണോ നീ? നട്ടുച്ചയ്ക്കിരുന്ന് ആരും വെയില് കായാറില്ല. കേറി അകത്തേക്ക് വാ. തൃശൂൽ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? തൃശൂൽ, അമ്മേ, ഞാൻ എത്ര നേരമായി അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറ്റിയടാ? ഒന്നുമില്ല അമ്മേ. വാ, ഇവിടെ ഇരിക്കി പറയാമേ. അയ്യോ മോനെ, എന്തു പറ്റിയടാ? അമ്മേ. പറയടാ. അമ്മേ, നീ അമ്മ അമ്മ എന്ന് പറഞ്ഞോണ്ടിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? കാര്യം എന്താന്ന് വെച്ചാ പറയ്. അമ്മേ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങള് എപ്പോഴെങ്കിലും ഫലിക്കാറുണ്ടോ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കോ ഇല്ലയോ എന്നുള്ളത് അതെപ്പോ കണ്ടു എന്നുള്ള സമയത്തെ അനുസരിച്ചിരിക്കും. എന്തു പറ്റി? എന്താടാ? എന്തോ വല്ലാത്തൊരു സ്വപ്നം ഞാൻ കണ്ടുവന്നേ. പറയമ്മേ, ആ സ്വപ്നം ഇനി സത്യാവോ? നീ എപ്പോഴാ ആ സ്വപ്നം കണ്ടത്? അത് ഓർമ്മയുണ്ടോ? പുലർച്ചെ ഒരു 4:45. 4:45? സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം എന്നാ പറയുന്നേ. ബ്രഹ്മമുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നം സത്യാവെന്നാ പറയുന്നേ. അമ്മ, ഒന്ന് വ്യക്തമായിട്ട് പറ. എനിക്കൊന്ന് പറഞ്ഞതാ. നമ്മള് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ജീവിതത്തിൽ ശരിക്കും ഫലിക്കുമോ? എന്താടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ആണെന്ന അനുഭവമുള്ളവര് പറയുന്നത്. എന്തിനാ ഏറെ, എന്റെ കുറെ സ്വപ്നവും അങ്ങനെ ഫലിച്ചിട്ടുണ്ട്. എനിക്കൊരു ആൺകുട്ടിയെ ജനിക്കുന്നതെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. അത് സത്യമായില്ലേ? നിന്റെ അച്ഛൻ എനിക്ക് വള വാങ്ങിച്ചിരുന്ന സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം നിന്റെ അച്ഛൻ എനിക്ക് വള വാങ്ങി തരുകയും ചെയ്തു. നോക്ക്, ഇതാണ് ആ വള. അതുമാത്രമല്ല, ഞാനിടയ്ക്ക് ദുസ്വപ്നവും കണ്ടിട്ടുണ്ട്. അമ്മയാണെങ്കിൽ പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് പറയുന്നു. ഞാൻ കണ്ട സ്വപ്നവും ഫലിക്കോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മയാണെങ്കിൽ പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് പറയുന്നു. ഞാൻ കണ്ട സ്വപ്നവും ഫലിക്കോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? തൃശൂൽ, നീ ഇതുപോലെ എന്തെങ്കിലും ദുസ്വപ്നമാണോ കണ്ടത്? എന്താ നീ ഇങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല അമ്മേ, വിട്ടേക്ക്. എടാ, ശിവാനി, ഇപ്പോഴാണോ എണീറ്റ്? എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല നീ. അല്ല, ഇന്നലെ പാർട്ടിയുടെ ഇടയ്ക്ക് വെച്ച് നീ ഇങ്ങോട്ട് പോയത്? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മകുടി ശബ്ദം കേട്ടപ്പോ എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത അവസ്ഥയായിപ്പോയി. നിന്നെ ആ സമയത്ത് ഞാൻ അവിടെയൊക്കെ തിരിഞ്ഞു, പക്ഷെ നിന്നെ അവിടെ എങ്ങും കണ്ടില്ല. അപ്പോഴാ ഞാൻ ഇങ്ങ് തിരിച്ചു പോകുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ എന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറിയിരുന്നു നീലി. അപ്പോ നീ ഇച്ഛാധാരി നാഗമാണെന്നുള്ള സത്യം അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായെന്നോ? ഇല്ല, മകുടി ശബ്ദം ഒന്ന് കുറഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ എന്റെ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. സത്യം പറഞ്ഞ തൃശ്ശൂരും ത്രിവിക്രം എന്നെ കാണാൻ വന്നപ്പോഴേക്കും മകുടി ശബ്ദം നിന്ന് പോയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല.
എന്റെ മനുഷ്യരൂപം മാത്രമേ അവർ കണ്ടുള്ളൂ. ശിവാനി, നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അവരെ അറിഞ്ഞിരുന്നെങ്കിൽ, നീ ഇച്ഛാധാരി നാഗമാണെന്നുള്ള ഒരു ചെറിയ സംശയം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവിടെ നടക്കുന്നതേ വേറെയായിരിക്കും. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു ശിവാനി. നീ നാഗമാണെന്നുള്ള സത്യം അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരു കാരണവശാലും മരുമകളാക്കാൻ അവരാരും തന്നെ സമ്മതിക്കുകയില്ല. ത്രിവിക്രമനെയും നിനക്ക് കിട്ടില്ല. അതെങ്ങനെ സാധിക്കും? ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. ആദിശേഷന്റെ സ്നേഹം എനിക്ക് കിട്ടിയല്ലേ പറ്റൂ. ശിവാനി, ത്രിവിക്രമനാണ് ആദിശേഷനെന്ന് നമുക്ക് മാത്രമേ അറിയൂ. പക്ഷേ അവൻ അതറിയില്ല. അവനും ഒരു സാധാരണ മനുഷ്യനാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പോ എന്റെ സ്നേഹം? അവൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും നീ നാഗമാണെന്ന് അവനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുമോ? എല്ലാത്തിലും ഉപരിയായി ആ ത്രയംബകന് നീ നാഗമാണെന്ന കാര്യം മനസ്സിലായാൽ അവൻ നിന്നെ വെറുതെ വിടില്ല. വീണ്ടും നിന്നെ ദിഗ്ബന്ധനത്തിലാക്കുകയും ചെയ്യും. കഴിഞ്ഞ 14 വർഷക്കാലം നീ വേദന തിന്നു കഴിഞ്ഞതല്ലേ? ഇനി അത് ആവർത്തിപ്പിക്കരുത്. എല്ലാം ആ മഹാദേവന്റെ കയ്യിലാണ്. ഇല്ല, അങ്ങനെ സംഭവിക്കരുത്. ഒരു കാരണവശാലും അബദ്ധം സംഭവിക്കാതിരിക്കാൻ നമ്മളാണ് നോക്കേണ്ടത്. ഞാൻ ഇച്ഛാധാരി നാഗമാണെന്നുള്ള സത്യം ആരും അറിയാൻ പാടില്ല. തൃശൂൽ, ആ ബോസ് ദാ ഇവിടെയുണ്ട്. എന്താടാ നീ ഇത്ര നേരമായിട്ട് വീട്ടിലേക്ക് വരാതിരുന്നേ? നിന്നെ കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണം. തൃശൂൽ, എന്താടാ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലേ? ഐ എം സോറിടാ. അയ്യോ, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ എന്നോട് സോറി ഒക്കെ പറയുന്നത്? ബോസ് അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനൊന്നും അതിന് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇന്നലെ ബോസ് എന്തോ സിറ്റുവേഷൻ അനുസരിച്ച് എന്നോട് പറഞ്ഞതല്ലേ. എന്റെ ഭാഗത്ത് തെറ്റി. ലീവ് ഇറ്റ്. നീ ആ കാര്യമൊക്കെ വിട്. നൗ ടെൽ മീ വാട്ട് ഹാപ്പൻ? നിനക്ക് എന്താണ് പറ്റിയേ? അങ്ങനെയൊന്നും ഇല്ലെന്നേ കൊച്ചുമുതലാളി. എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത്? നീ ഇത്ര നേരം ഇവിടെ പരിഭ്രമിച്ച് നടക്കുമായിരുന്നില്ലേ? ഇന്നലെ രാത്രി എന്തോ ദുസ്വപ്നം കണ്ടിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ട് എന്നോടൊന്നും പറയുന്നുമില്ല. അതിപ്പോ നല്ലതിനാണോ ദോഷത്തിനാണോ എന്നുള്ളതാണ് അവന്റെ ഇപ്പോഴത്തെ ചിന്ത. സ്വപ്നോ? എന്ത് സ്വപ്നമാണ് കണ്ടേ? ഏയ്, ഒന്നും കണ്ടില്ല എന്റെ ബോസ്. അമ്മ വെറുതെ ചുമ്മാ പറയുന്നതാ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. അതേടാ, എനിക്ക് ഈ വീട്ടിലെടുക്കാൻ വേറെ ഒരു പണിയും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ നിന്റെ പുറകെ നടക്കുന്നത്. അതെന്താന്ന് കൊച്ചു മുതലാളി നിന്നെ ചോദിച്ചു മനസ്സിലാക്ക്. എന്നോട് അവൻ ഒന്നും പറയുന്നില്ലെന്നേ. ആന്റി ഡോണ്ട് വറി, ഞാനിവിടെ ഇല്ലേ. ഇവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെന്താന്നൊന്ന് ചോദിക്ക്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഞാൻ നോക്കിക്കോളാം ആന്റി, ടെൻഷൻ അടിക്കണ്ട. നമുക്ക് പുറത്തേക്ക് വാ. ഈ സ്വപ്നത്തിന്റെ കഥകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അറിയോ? ഇരിക്കടാ. അത് കുഴപ്പമില്ല ബോസ്. ഇരിക്കടാ, ഇവിടെ ഇരിക്കടാ. ഇനി പറ, എന്തായിരുന്നു ആ സ്വപ്നം? ഏത് പെണ്ണായിരുന്നു? അവളോട് നീ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു? എന്റെ നല്ല സ്വപ്നമായിരുന്നില്ലേ? ദുസ്വപ്നമായിരുന്നോ? അവള് നിന്നോട് പിണങ്ങിയതാണോ അതോ ബ്രേക്കപ്പ് ആയതാണോ? നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഈ സിനിമയിലൊക്കെ വില്ലന്മാരെ പോലീസുകാരിങ്ങനെ സൂക്ഷിച്ചു നോക്കില്ലേ, അതുപോലെയാണല്ലോ നീ നോക്കുന്നത്. എന്നെ കണ്ടിട്ട് എന്താ നിനക്ക് കില്ലറായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ബോസ് നല്ലൊരാളല്ലേ, ഒരിക്കലും പാടില്ല. അങ്ങനെയൊന്നും സംഭവിക്കരുത്. ഏയ് ഓക്കെ റിലാക്സ് തൃശൂൽ. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. തമാശയായിരുന്നല്ലേ? ആ, പിന്നെ ഈ തമാശയൊക്കെ പിന്നീട് സത്യമാവരുത്. നീ ആ കാര്യമൊക്കെ വിട്ടെ. ആക്ച്വലി നിന്നെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അതെന്തായിരിക്കും നീ ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ബോസ് പുതിയ വല്ല കാറും വാങ്ങിച്ചായിരുന്നു? അല്ല, ബൈക്കായിരിക്കും അല്ലേ? ആ, റൈഡ് പോകാനായിട്ട് പുതിയ ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ടാവും. നോ, ഞാനൊരു പുതിയ നൈഫ് വാങ്ങിച്ചു. എങ്ങനെയുണ്ട്?
അതേ കത്തി. ആ കത്തി ബോസിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്താണ് നീ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്? നിനക്ക് ഈ പഴയ കടാരയും കത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. എന്റെ കളക്ഷനിലുള്ളതൊക്കെ നീയെല്ലാം ആദ്യം ഉപയോഗിച്ചു നോക്കാറുള്ളത്. നോക്കടാ, ഇതെങ്ങനെയുണ്ട് നോക്ക്. അതൊന്നും ഇപ്പൊ വേണ്ടെന്നേ. തൃശൂൽ, ഇത് പിടിച്ചേ. നീയെല്ലാം ആദ്യം ഉപയോഗിച്ചു നോക്കാറുള്ളത്. നോക്കടാ, ഇതെങ്ങനെയുണ്ട് നോക്ക്. അതൊന്നും ഇപ്പൊ വേണ്ടെന്നേ. തൃശൂൽ, ഇത് പിടിച്ചേ. ഇതൊന്നും നമുക്കിനി വേണ്ട. ഇതൊന്നും കയ്യിൽ വെക്കല്ലേ. ഇതൊന്നും നല്ലതല്ല. ബോസ് എടുത്ത് ദൂരെ കളഞ്ഞേ. കം ഓൺ തൃശൂൽ, ഞാനെന്ത് ഇതൊക്കെ ആദ്യമായിട്ട് കാണാണോ? ഇതുപോലുള്ള എത്ര ആന്റി പീസുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാ. എന്റെ കളക്ഷനിലേക്ക് ഇപ്പൊ ഇതും കൂടിയായി, അത്രേ ഉള്ളൂ. ശരി, ഇത് ഞാൻ കൊണ്ടുപോയി ഡാഡിനെ കാണിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ബൈ. അമ്മേ, ഇതെന്തേ സംഭവം? ഞാൻ സ്വപ്നത്തെ കണ്ട അതേ കത്തി അത് ബോസിന്റെ കയ്യിലിരിക്കുന്നു. ബോസ് ഇത് വാങ്ങുന്നതിന് മുൻപ് ഞാനിത് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോ ആ സ്വപ്നം ഫലിക്കുമായിരിക്കുമല്ലേ? എന്റെ ബോസ് ശിവാനിയെ... ഈശ്വര, അങ്ങനെയാണെങ്കിൽ ആ സ്വപ്നം സത്യാവുന്ന ദൈവം തന്ന സൂചനയാ. ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശിവാനിയെ വിളിച്ചു പറഞ്ഞാലോ? ഛേ, വേണ്ട വേണ്ട. ഇനി ഞാൻ അവളെ വിളിക്കുകയാണെങ്കിലും അവള് ഫോൺ എടുക്കാൻ പോകുന്നില്ല. അവള് പേടിക്കുകയും ചെയ്യും. എന്തൊക്കെ ചെയ്യാ? മെസ്സേജ് അയച്ചാലോ? മെസ്സേജിലൂടെ കാര്യം പറഞ്ഞാലും ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യം അവൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. വോയിസ് ആയിരിക്കും നല്ലത്. മാഡം, ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശമില്ല മാഡം. നിങ്ങളുടെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം പ്ലീസ് മാഡം. കൊച്ചുമുതലാളി മാഡത്തിനെ ഉറപ്പായിട്ടും കൊല്ലും. എൻഗേജ്മെന്റിന്റെ ദിവസം തന്നെ മുഹൂർത്തത്തിന്റെ സമയത്ത് കൊച്ചുമുതലാളി മാഡത്തിനെ ഒരു കത്തിയെടുത്ത് കുത്തുന്നത് പോലെ സ്വപ്നം കണ്ടു മാഡം. ഞാൻ ഈയിടെയായിട്ട് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. ദയവേത് ഞാൻ പറയുന്നത് വിശ്വസിക്കും മാഡം. കല്യാണത്തിന് സമ്മതിക്കരുത് പ്ലീസ്. എന്താ ശിവാനി, എന്തു പറ്റി? ആരാ മെസ്സേജ് അയക്കുന്ന? വേറെ ആരാ? ആ തൃശൂലാണ്. ഇനി ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് വെറുതെ അലങ്കാരത്തിന് അങ്ങ് പറയുന്നേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നേ. മെസ്സേജ് അല്ലേ അയച്ചുള്ളൂ, നീ ഒന്ന് ഓപ്പൺ ചെയ്. അങ്ങനെയല്ല നീലി. ശിവാനി, മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? റിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നീ ഒന്ന് നോക്ക്. വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാഡം, ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശമില്ല മാഡം. നിങ്ങളുടെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം പ്ലീസ് മാഡം. ഈ സാംബശിവൻ ഇതെവിടെ? ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും ചെയ്ത് വെച്ചിരിക്കാം. ഇനി അവൻ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ടാവും. ഹലോ ഹലോ, ദിഗ്വിജയ്. ആ പറയാം മുതലാളി. എടോ, എന്റെ ഫ്രണ്ട് സാംബശിവൻ അങ്ങോട്ട് വന്നിരുന്നു. വന്നിട്ടില്ലല്ലോ. ഇന്നലെ ഞാൻ ഇവിടെ എവിടെയും കണ്ടതേയില്ല. താൻ്റെ കാര്യം ചെയ്യും, ആ റൂമിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തേ. ശരി, ഞാൻ നോക്കിയിട്ട് പറയാം.
ഇവരെപ്പോഴാ ഇവിടെ വന്ന് കിടന്നത്? മുതലാളി അവര് മുകളിലത്തെ റൂമിലുണ്ട്. മുകളിൽ കിടന്ന് നല്ല ഉറക്കവാ. അവിടെ ഉണ്ടോ? അവൻ എപ്പോഴാ അവിടെ എത്തിയത്? അവൻ വന്ന കാര്യം താൻ അറിഞ്ഞില്ലേ? താൻ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു മുതലാളി. അവരെപ്പോ വന്നെന്നോ എങ്ങനെ വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. ശരി, അവന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം കേട്ടോ. ആ, ഞാൻ നോക്കിക്കോളാം മുതലാളി. ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന കാര്യം അവൻ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഇവനെന്താ ഇങ്ങനെയൊക്കെ? ഇന്നലെ പാർട്ടിക്ക് വരുമ്പോ ആള് നോർമൽ ആയിരുന്നല്ലോ. പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാണ് അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായത്. എന്താ അവന് പറ്റിയത്? ഞാൻ വോയിസ് അയച്ചിട്ട് ശിവാൻ ഇത്ര നേരമായിട്ട് റിപ്ലൈ അയച്ചില്ലല്ലോ. ഇല്ല, ഇക്കാര്യം ഞാൻ ശിവാനിയോട് ഡയറക്റ്റായി തന്നെ പോയി പറയണം. ഈ എൻഗേജ്മെന്റ് എന്ത് ചെയ്തിട്ടാലും മുടക്കിയേ പറ്റൂ. ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് എനിക്ക് പറയണം.